സോ നമ്മൾ പേർട്ടിൻ്റെ തിയറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. നമ്മളിനി ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ യു ഹാവ് ടു കൺസ്ട്രക്ട് ദ നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ഔട്ട് സം parts like find the critical path and variance of each event, find the project durations at 95% probability to complete the project in 30 days, in 26 days, in more than 99 days and in between 25 and 31 days. അപ്പം ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം, ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് മാത്രമല്ല, നമുക്ക് അതിന് ശേഷം കണ്ടുപിടിക്കേണ്ടത് 95% പ്രോബബിലിറ്റിയിലാണ് പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും കംപ്ലീറ്റ് ആകാൻ. അതുപോലെ തന്നെ 30 ഡേയ്സ് കൊണ്ട് പ്രോജക്റ്റ് തീരാനുള്ള സാധ്യത, 26 ഡേയ്സ് കൊണ്ട് തീരാനുള്ള സാധ്യത. സോ അതായത് അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, നമുക്കറിയാം ഡ്യൂറേഷൻസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടി ഇ എന്ന് പറയുന്ന ടേം വേണം. ടി എന്താണ്? എക്സ്പെക്റ്റഡ് ടൈം വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ടി ഒ പ്ലസ് 4tm പ്ലസ് ടി പി ഹോൾ ഡിവൈഡ് ബൈ 6. ഓക്കെ, സോ നമുക്ക് ടി കണ്ടുപിടിക്കാം എല്ലാത്തിൻ്റെയും. നോക്കിയേ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ടി ഒ, ടി പി, ടി എം അത് നിങ്ങൾ ടേബിളിൽ നോക്കിക്കോണം, ഏതൊക്കെ എവിടെ കിടക്കുന്നത് നോക്കിക്കോണം. കാരണം ചുമ്മാ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ടി കണ്ടുപിടിക്കണം. നമുക്ക് ടി കണ്ടുപിടിക്കാം. സോ ടി, ലെറ്റ് ഇറ്റ് ബി ഹിയർ. സോ ടി എന്താണ്? ടി ഒ പ്ലസ്, ദാറ്റ് ഈസ് 1 പ്ലസ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4tm എന്ന് പറഞ്ഞാൽ 4tm ഇവിടെ എത്രയാണ്? 1.5 ആണ്. സോ 4 × 1.5 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 5 ഡിവൈഡ് ബൈ 6. ക്ലിയർ അല്ലേ? അതായത് 1 പ്ലസ് എന്താ ചെയ്യുക? 1 പ്ലസ് 4 × 1.5, കാരണം ഇവിടെ ടി എം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്, പ്ലസ് ടി പി ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6 പ്ലസ് 5, ദാറ്റ് ഈസ് 12 ബൈ 6 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ അത് നമുക്ക് കിട്ടി. അങ്ങനെ അടുത്ത വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താണ്? 1 പ്ലസ് 4 × 2 8, 1 പ്ലസ് 8 പ്ലസ് 3 ഡിവൈഡ് ബൈ 6. Again it is given by as 2. ഓക്കെ, സോ അതും കണ്ടുപിടിക്കാം. അടുത്ത എന്താണ്? 1 പ്ലസ് 4 × 3 is equal to 12 പ്ലസ് 5 ഡിവൈഡ് ബൈ 6 is equal to 18 ബൈ 6 is equal to 3. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണക്ക് എന്ത് ചെയ്യാം? എല്ലാ ടേംസും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ഫ്രാക്ഷൻസ് ആയിട്ട് തന്നെ അങ്ങ് റീറ്റെയിൻ ചെയ്യുക. അതിനെ റൗണ്ട് ഓഫ് ചെയ്യാനൊന്നും പോകണ്ട, ഫ്രാക്ഷൻസ് ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കിയേ, 3 പ്ലസ് 4 × 4 പ്ലസ് 5 ഹോൾ ഡിവൈഡ് ബൈ 6. ഇതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടി എം. ടി എമ്മിന് 4 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ എത്ര വരും? 3 പ്ലസ് 16 പ്ലസ് 5, ദാറ്റ് ഈസ് 24 ബൈ 6 ഈസ് ഈക്വൽ ടു 4. സോ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മളത് കണ്ടുപിടിച്ചു. ഇപ്പോൾ പറഞ്ഞു നോക്കിയേ, അടുത്ത 5 പ്ലസ് 6 × 4, 6 × 24 പ്ലസ് 8 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 37 ബൈ 6. അത് ഞാൻ പറയാം, ഫ്രാക്ഷൻ വരാം. സോ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ആൻസർ ഈസ് അറൗണ്ട് 6.166 ആണ്. നമുക്ക് 17 എഴുതാം. പ്ലസ് 2 ഡെസിമൽസിൽ റൗണ്ട് ഓഫ് ചെയ്താൽ മതി. 8 to 10 ഡേയ്സിലാണെങ്കിൽ ദാറ്റ് ഈസ് 1 പ്ലസ് 8 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ബൈ 6 ഈസ് ഈക്വൽ ടു 2. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം, ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതുമ്പോൾ തന്നെ 4tm മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം എളുപ്പത്തിന് വേണ്ടി. അതായത് ഈ ടി എമ്മിൻ്റെ വാല്യൂ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 4tm എഴുതി വേണമെങ്കിൽ അപ്പം ചുമ്മാ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 6 ചെയ്താലും മതി. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 5 × 4 20 പ്ലസ് 23 പ്ലസ് 7 30 ബൈ 4 ഈസ് ഈക്വൽ ടു 5. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ എഴുതി. ഓക്കെ, സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ ഇനി വേണമെങ്കിൽ, പക്ഷെ നമുക്കറിയാം നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിരിക്കും. എന്താണ്? വേരിയൻസ് ഓഫ് ഈച്ച് ഇവൻറ്റ് വേണം. അല്ലെങ്കിൽ തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ പേർട്ടിൻ്റെ ചോദിച്ചാലും വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം എന്താ? ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വേരിയൻസും കൂടെ ഇവിടെ കണ്ടുപിടിക്കാം. സോ വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ ടി പി മൈനസ് ടി ഒ ഡിവൈഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മളെന്ത്? ടി പി മൈനസ് വേരിയൻസ് എന്ന് പറയുന്നത് ടി പി മൈനസ് ടി ഒ ബൈ 6 ദ ഹോൾ സ്ക്വയർ. അത് നമ്മൾ നേരത്തെ ഫോമിൽ പഠിച്ചു. നേരത്തെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് വേരിയൻസ് എന്നും എന്താണ് വേരിയൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ടി പി എന്താണ് ഇവിടെ? 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 മൈനസ് 1 ഡിവൈഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 by 6 the whole square അല്ലെങ്കിൽ 2 by 3 the
ഹോൾ സ്ക്വയർ അല്ലേ? ഓക്കെ, സോ അതിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. എന്താണ്? സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 0.444. അടുത്ത കേസ് നോക്കാം. ടി പി എത്രയാണ്? 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 1/3 of the whole square is equal to 0.111. അടുത്ത 5 മൈനസ് 1/6 ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ 0.44. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിൻ്റെയും വേരിയൻസ് കണ്ടുപിടിക്കും. സോ ഇതാണ് വേരിയൻസിൻ്റെ വാല്യൂ. അപ്പോൾ ശ്രദ്ധിക്കുക, വേരിയൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു 3 ഡെസിമൽസ് വരെ എഴുതാം. ഡ്യൂറേഷൻ്റെ കേസിൽ 2 ഡെസിമൽസിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ പ്രെഡിസസർ ഒന്നും തന്നിട്ടില്ല, കാരണം ഇവൻറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് പ്രെഡിസസർ ഒന്നും തരേണ്ട ആവശ്യമില്ല. നോക്കിയേ, 1 എന്ന് പറയുന്ന ഒറ്റ നോഡ് നമുക്ക് കിട്ടി. നമുക്ക് ആദ്യം വരയ്ക്കാം 1. എന്താണ്? 1 എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. സോ ദാറ്റ് വി ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. 2 1 to 2 ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ എത്ര എഴുതാം? അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് 2. വേറെ പേരൊന്നുമില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് 2 എൻ്റെ മണ്ടയ്ക്ക് എഴുതാം. ഇനി അടുത്ത എന്താണ് നോക്കിയേ, അടുത്ത് നോക്കുവാണെങ്കിൽ 2 to 3 2 to 4 എന്നാൽ 2ൽ നിന്ന് 2 എണ്ണം ഉണ്ട്. സോ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. എങ്ങനെയാണ്? 2ൽ നിന്ന് 3ലേക്കും ഉണ്ട്, 2ൽ നിന്ന് 4ലേക്കും ഉണ്ട്. സോ അതിന് ഡ്യൂറേഷൻ എന്തായിരുന്നു? 2 to 3യുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫിഗർ ടേബിൾ നോക്കുമ്പോൾ 2 to 4ൻ്റെത് 3. സോ 2 and 3. സോ അടുത്ത എന്താണ് നോക്കിയേ, 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരെണ്ണമേ ഉള്ളൂ, ദാറ്റ് ഈസ് 3 to 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 to 5 വരയ്ക്കാം. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ 5 വരച്ചു. അതിൻ്റെ ഡ്യൂറേഷൻ എന്താണ്? 3 to 5 ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4. ഇനി 4ൽ നിന്ന് നോക്കിയേ, 4ൽ നിന്ന് 5 and 4 6ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 എണ്ണം വേണം. ഒന്ന് എന്ത് ചെയ്യും? 5ലേക്കും പോകണം, ഒരെണ്ണം 6ലേക്കും പോകണം. സോ അതിന് നമുക്ക് പുതിയൊരു നോഡ് വരയ്ക്കാം 6. ഓക്കെ, സോ അടുത്ത വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് 5ൽ നിന്നാണ്. 4 to 5 6ഉം വരച്ചു, നമ്മൾ ഇത്രയും വരച്ചു. 5 to 7ഉം 6 to 7 എന്ന് പറഞ്ഞാൽ 2 എണ്ണം 7ലേക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 7 വേണം. 5 to 7 6 to 7 വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് വരയ്ക്കുവാണ്. 5 to 7 and 6 to 7. സോ ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ഡ്യൂറേഷൻ എഴുതാം, നമ്മൾ വിട്ടുപോയി, നമുക്ക് എഴുതാം. പിന്നുള്ളത് എന്താണ്? 7 to 8 7 to 9, അതായത് 7ൽ നിന്ന് 2 എണ്ണം വരണം അല്ലേ? സോ 7 to 8 and 7 to 9. പിന്നെന്താണ്? 8 to 10 and 9 to 10 എന്ന് പറഞ്ഞാൽ 8 to 10 and 9 to 10. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്തോന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഒരു എൻഡിങ് പോയിൻറ്റ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാം ഇതിനകത്തേക്ക് മാർക്ക് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ എണ്ണം നോക്കി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 3 ആദ്യത്തെ 3 6 9 12 എണ്ണമാണ് ഉള്ളത്. ഫിഗർ നോക്കാം. 2 1 3 4 5 6 7 8 9 10 11 12. സോ എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ വരച്ചു. ഇതിൻ്റെ ഡ്യൂറേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫിഗർ നോക്കി എഴുതാം. 4 to 6ൻ്റെത് 5 ആണ്. 5 to 7ൻ്റെത് ഇറ്റ് ഈസ് 5. 4 to 5ൻ്റെത് again it is 3. and 6 to 7 എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ കാണാം. 6 to 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7. അപ്പോൾ അത് നമുക്ക് എഴുതാം. 6 to 7 എഴുതി. ആൻഡ് 7 to 8 എന്ന് പറയുന്നത് 4. ആൻഡ് 7 to 9 എന്ന് പറയുന്നത് 6.166 അല്ലെങ്കിൽ 17 എഴുതി. ആൻഡ് 9 to 10 എന്ന് പറയുന്നത് 5. ആൻഡ് 8 to 10 എന്ന് പറയുന്നത് 2. സോ ഇത്രയുമാണ് നമുക്ക് ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. അതിനകത്തേക്ക് എല്ലാ ഡ്യൂറേഷൻസും നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് നമുക്ക് ബോക്സ് വരച്ച് ഇതിനകത്തേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാം അല്ലേ? 0, അതിനുശേഷം ഇവിടെ വരുമ്പോഴത്തേക്ക് അത് 0 + 2 = 2 ഇവിടെ വരുമ്പോൾ. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും നിങ്ങൾക്ക് എഴുതാം. നമ്മൾ ഫോർവേഡ് കമ്പ്യൂട്ടേഷനോടെ ഈ ബോക്സ് ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യൻസിൽ പറയാറുണ്ട് ക്രിട്ടിക്കൽ പാത്ത് മാത്രമല്ല ലിസ്റ്റ് ഔട്ട് ഓൾ ദ പാത്ത് എന്ന് പറയാറുണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ
നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, എല്ലാ പാത്തും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും? 1-ൽ നിന്ന് 10-ലേക്ക് എത്താനുള്ള പല മാർഗ്ഗങ്ങൾ. എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? 1 to 2, 2 to 3, 3 to 5, 5 to 7, 7 to 8 and 10. ഇതാണ് ഒന്നാമത്തെ പാത്ത്. ഇനി ഒരു പാത്ത് എങ്ങനെ വരും? 1 2 1 2 then going to 4 then to 5 then 7 8 10 വേറൊരു പാത്ത്. ഇനി നോക്കിയേ 1 2 3 5 7 9 10 പറ്റത്തില്ലേ? സോ അങ്ങനെയാണെങ്കിൽ 1 2 4 5 7 8 10 അങ്ങനെ ഒരു പാത്ത് പറ്റും. ഇനിയുള്ള പാത്ത് എന്താ? 1 2 4 6 7 8 10 പറ്റും. പിന്നെയോ 1 2 4 6 7-ൽ പോയിട്ട് 9 വഴി 10-ലോട്ട് പോകാം. 7 to 9 to 10. അപ്പോൾ നോക്കിയേ, ഇത്രയും പാത്ത്, അതായത് 6ഓളം പാത്ത് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റി അല്ലേ? ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഡ്യൂറേഷൻസ് ആഡ് ചെയ്യാം. നോക്കിയേ, 1 to 2 ദാറ്റ് ഈസ് 2 പ്ലസ് 2 to 3 എത്ര? 2 പ്ലസ് 3 to 5 എത്ര? ഇറ്റ് ഈസ് 4 ആൻഡ് 5 to 7 എത്ര? ഇറ്റ് ഈസ് 5. 7 to 8 എത്ര? 4 പ്ലസ് 8 to 10 എത്ര? 2. ഇത് വാല്യൂസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് 2 ഈസിക്കൽ എത്ര വരും? ദാറ്റ് ഈസ് 4 8 13 17 and 19. സോ ദ വാല്യൂ ഈസ് 19. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻസ് കണ്ടുപിടിക്കാം. സോ ഇതിൻ്റെ ഡ്യൂറേഷൻ വിൽ ബി ആൾസോ 19. 1 2 3 5 7 9 10 ആണെങ്കിൽ ഇറ്റ് ഈസ് 24.17. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 1 2 4 5 7 8 10 ആണെങ്കിൽ ദ വാല്യൂ ഈസ്, സോ നമ്മളൊരു പാത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, ഐ തിങ്ക് ഈ രണ്ട് പാത്തും സെയിം തന്നെ കിടക്കുന്നത് ഇപ്പോൾ. സോ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് 7 9 10. സോ അതിൻ്റെ ഡ്യൂറേഷൻസ് എടുക്കുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് 24.17. again 1 2 4 6 7 8 10 വാല്യൂ ഡ്യൂറേഷൻ നമ്മൾ കൂട്ടി നോക്കാൻ 23. and 1 2 4 6 7 9 10 is equal to the duration is ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 28.17. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. കാര്യം എന്താ? ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ വരുന്നതാണ് 28.17. സോ ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് ഫില്ലപ്പ് ചെയ്യുവാണെങ്കിൽ, ഈ ബോക്സ് ഫില്ലപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ 28.17 തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം ഡ്യൂറേഷൻസ് എല്ലാം എഴുതി എല്ലാ പാത്തും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വേണമെങ്കിൽ പാത്തുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം സം ചെയ്ത് വേണമെങ്കിൽ ഡ്യൂറേഷൻസ് എഴുതാം. കാര്യം ഇവിടെ ഫ്ലോട്ട് മറ്റൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ബോക്സിനകത്ത് ഫില്ലപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് മാറുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലോട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ യു നീഡ് ടു ഫിൽ അപ്പ് ദിസ് പർട്ടിക്കുലർ ബോക്സസ്. അതർവൈസ് യു ക്യാൻ ലിസ്റ്റ് ഓൾ ദ പാത്ത് ആൻഡ് റൈറ്റ് ദ സം ആസ് എ ഡ്യൂറേഷൻസ്. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ പർട്ടിക്കുലർ ഡ്യൂറേഷൻസ് എല്ലാം കിട്ടി. അപ്പോൾ നോർമൽ പാത്ത് എല്ലാം ബാക്കിയുള്ള ഇതൊഴിച്ച് ബാക്കി എല്ലാ പാത്തുകളും എന്ന് പറയുന്നത് നോർമൽ പാത്തുകളും. ഇതാണെന്ത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്ക് ആൻസറായിട്ട് എഴുതാം. അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് ഈസ് 1 2 4 6 7 9 10 വിത്ത് ഡ്യൂറേഷൻ 28.17 ഡേയ്സ്. ഇനി നമ്മുടെ വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേരിയൻസ് ഓഫ് ഈച്ച് ഇവൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം പ്രോബബിലിറ്റിയെ കണ്ടുപിടിക്കണമെങ്കിൽ Z ഈസ് എക്സ് മൈനസ് ടി സി ഡിവൈഡ് ബൈ സിഗ്മ സി ആണ്. എന്തേ? സിഗ്മ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഒരു ക്രിട്ടിക്കൽ പാത്തിൻ്റെ അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രിട്ടിക്കൽ പാത്തുകളൊന്ന് മാർക്ക് ചെയ്യുക. നോക്കിയേ, ഇതാ ക്രിട്ടിക്കൽ പാത്ത്. സോ 1 to 2ൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് അത് ക്രിട്ടിക്കൽ പാത്തിലാണോ നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ പാത്തിൽ വരുന്നത്? 1 to 2, 2 to 4, ഓക്കെ 1 to 2, 1 to 2, 1 to 2, 2 to 4, then 4 to 6, 4 to 6, 6 to 7, 7 to 9 and 9 to 10. ഇത്രയുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തുകൾ വരുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ പാത്തിൽ വന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രം വേരിയൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ 0.444 ഇത് പ്ലസ് ഈ ടിക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മാത്രം സം. എന്തുകൊണ്ടത് ടിക്ക് ചെയ്തത്?
കാര്യം അതാണ് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇവിടെ ഒരു കാര്യം കൂടി, ചില കേസുകളിൽ ഇപ്പം നമുക്ക് 2 ക്രിട്ടിക്കൽ പാത്ത് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതും 28 ആണെന്ന് വെക്കുക. ഇപ്പോൾ 2 ക്രിട്ടിക്കൽ പാത്ത് വരുമ്പോൾ അതിൽ കുറേ എണ്ണം കോമൺ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1 to 2, 1 to 2, 2 to 4, 2 to 4, 7 to 9, 9 to 10. സോ അത് 2 തവണയൊന്നും ആഡ് ചെയ്യേണ്ട, ഒരു തവണ ആഡ് ചെയ്താൽ മതി വേരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ. അതായത് 2 ക്രിട്ടിക്കൽ പാത്ത് വരുന്ന കേസിലാണെങ്കിലും ഒരെണ്ണമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ വേരിയൻസ് ഒരു തവണ കൂട്ടുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനത് തൽക്കാലം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല, സോ നമ്മളത് റിമൂവ് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വേരിയൻസ് ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ദ വേരിയൻസ് സിഗ്മ സി സ്ക്വയർ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 0.444 പ്ലസ് 0.444 പ്ലസ് 0.444 പ്ലസ് 0.111 പ്ലസ് 0.25 പ്ലസ് 0.444 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്രം, ഈ ടിക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മാത്രം വേരിയൻസ് സം ചെയ്തതാണ്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? ദ സം ഈസ് ഈക്വൽ ടു 2.137. that is sigma c square is equal to 2.137. so sigma c is equal to square root of 2.137, which is 1.462. so sigma c നമുക്ക് കിട്ടി. ടി സി നമുക്ക് എത്ര കിട്ടിയായിരുന്നു? ടി സി is equal to 28.17. അത് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എക്സ്ട്രാക്ട് ചെയ്യണം. സോ നമ്മുടെ പ്രൊസീജിയർ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ടി ടേബിൾ കണ്ടുപിടിച്ചു, സിഗ്മ സി സ്ക്വയർ ഓഫ് ഈച്ച് ഇവൻറ്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് സിഗ്മ സി പി സ്ക്വയർ എന്ന് എഴുതാം, കാര്യം വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്താണ് സിഗ്മ സി പി സ്ക്വയർ എന്ന് എഴുതാം. സോ സിഗ്മ സ്ക്വയർ എല്ലാത്തിനെയും കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രം വരച്ചു, നോർമൽ പാത്ത് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു, അതിൽ നിന്ന് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ സി പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിൻ്റെ വേരിയൻസ് എല്ലാം കൂടെ കൂട്ടി സിഗ്മ സി പി സ്ക്വയർ കണ്ടുപിടിച്ചു. ദെൻ വി ഫൗണ്ട് ഔട്ട് സിഗ്മ സി പി ബൈ ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ സി പി സ്ക്വയർ. അങ്ങനെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് അതും കിട്ടി. ഇത്രയും കണ്ടുപിടിച്ച് വെച്ചു. ടി സി നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രോജക്റ്റ് ഡ്യൂറേഷൻ അറ്റ് 95% പ്രോബബിലിറ്റി അല്ലേ. അതായത് 95% പ്രോബബിലിറ്റി വരുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 95, ദാറ്റ് ഈസ് 0.95 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ടി സി ഡിവൈഡ് ബൈ സിഗ്മ സി. ഓക്കെ, സിഗ്മ സി പി എന്ന് വിളിക്കാം, സിഗ്മ സി പി. സോ ഇതിനകത്ത് നമുക്ക് എക്സ് നമുക്ക് അറിയില്ല, മൈനസ് ടി സി നമുക്കറിയാം 28.17, സിഗ്മ സി പി നമുക്കറിയാം 1.462, ഇസഡ് നമുക്കറിയില്ല. പക്ഷേ ഇസഡ് നമുക്ക് കണ്ടുപിടിക്കുക. എവിടെ നിന്നാണ്? 0.95 പ്രോബബിലിറ്റി വരുന്നതിൻ്റെ ഇസഡ് വാല്യൂ നമുക്ക് എവിടെ നിന്ന് ഒപ്പിക്കാം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാൻ ടേബിൾ കാണിക്കാം, നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകാം, പ്രശ്നമൊന്നുമില്ല. ആ ടേബിൾ ഒന്ന് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ആ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള വാല്യൂസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 0.95 വരുന്ന പോയിൻ്റ് എവിടെ നോക്കാം, നോക്കിയേ 0.95. ഇത് നോക്കുവാണെങ്കിൽ 0.95 എക്സാക്ട്ലി ഒന്നുമില്ല, പക്ഷേ ഒരു റേഞ്ച് നമുക്ക് കിട്ടിയതാ ഇവിടെ. എവിടാ? 1.6, 1.664 ആൻഡ് 1.65. ഇതിന് ഇൻ ബിറ്റ്വീനാണ് എന്ത് ഈ പറയുന്ന 0.95 കിടക്കുന്നത്. അപ്പോൾ 1.6 നമ്മളെ ലൈനിൽ അതിൻ്റെ കോളം വൈസ് നോക്കുവാണെങ്കിൽ 0.04നും 0.05നും ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് 1.64നും 1.65നും ഇൻ ബിറ്റ്വീനായിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് അങ്ങനെ എടുക്കാം. നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടി 95 പ്രോബബിലിറ്റി വരുന്നത് 1.64നും 1.65നും ഇൻ ബിറ്റ്വീനാണെന്ന് മനസ്സിലായി. സോ ഇതിൻ്റെ ആവറേജ് എടുത്ത് നമുക്ക് എത്ര കിട്ടും? 1.64 പ്ലസ് 1.65 ഓൾ ഡിവൈഡ് ബൈ 2, വിച്ച് ഈസ് 1.645. സോ ഇസഡ് വാല്യൂ 1.645 ആണ് ഏതിന്? 0.95 പ്രോബബിലിറ്റിക്ക്. സോ വി ക്യാൻ റൈറ്റ് ആസ് 1.645. സോ ഇത് സോൾവ് ചെയ്താൽ എക്സ് ഈസ് മൈനസ് 28.17 ഈസ് ഈക്വൽ ടു 1.462 ഇൻറ്റു 1.645. എക്സ് ഈസ് ഈക്വൽ ടു 28.17.
1.462 പ്ലസ് 1.645 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.405. സോ ആഡിങ് ബോത്ത് വി ഗെറ്റ് ആസ് 30.575. സോ എക്സ് ഇസിക്കൽ 30.575 ഡേയ്സ് ആണെങ്കിലാണ് എന്ത് 95% പ്രോബബിലിറ്റിയിൽ അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. ക്ലിയർ? സോ അതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ അപ്പം ഈ ഗ്രാഫ് ഞാനോട് പറഞ്ഞു, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഞാൻ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കണ്ടുപിടിച്ച 95% പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ടേബിളിൽ തന്നിരിക്കുന്ന എല്ലാ ഇസഡ് വാല്യൂസ് എന്ന് പറയുന്നതും ടു ദ ലെഫ്റ്റ് ഓഫ് ദ സ്കോർ ആണ്. എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസിക്കൽ ടു ഇവിടെ ഇപ്പം 0.95 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസഡ് ഈസിക്കൽ ടു 1.645 എന്ന് ഇവിടെ മാർക്ക് ചെയ്താൽ, ഈ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കർവ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും, ഈ എൻറ്റയർ കർവിൻ്റെ മൊത്തം ഏരിയ എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് 1. ടോട്ടൽ അത് 1 ആണ്. അതിൽ ഈ ഇത്രയും പോർഷൻസ് ആണ് എന്ത് 0.95 എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഇൻ 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതായത് 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു 30 ഡേയ്സ്. അപ്പോൾ എക്സ് ആണ് അവർ പറയുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് നമ്മൾ എടുക്കുന്നത്. സോ ഇസഡ് ഈസിക്കൽ ടു 30 മൈനസ് ടി സി നമുക്കറിയാം 28.17 ഡിവൈഡ് ബൈ 1.462. സോ യു വിൽ ബി ഗെറ്റിംഗ് എ ഇസഡ് വാല്യൂ ഈക്വൽ ടു 1.2517 എന്ന് എഴുതാം. സോ ഈ 1.252ൻ്റെ ഇസഡ് വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ ടേബിൾ അഗെയിൻ. ഓക്കെ, നോക്കിയേ 1.252 ആയിരുന്നു നമുക്ക് വേണ്ടത്. സോ 1.2 ഈസ് ദിസ് ലൈൻ ആൻഡ് 252 വി നീഡ്. സോ ദാറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ വാല്യൂ. 1.25ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 0.89435. that is 89.435%. so that is the probability of completing the project with 30 days. okay, so I think it's clear for you. so the probability at 1.252 z value is equal to 0.89435. okay, so നമ്മൾ ആദ്യം കണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസിക്കൽ 30 ഡേയ്സ് വേണമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഇസിക്കൽ ടു ലെസ് ദാൻ ഈക്വൽ ടു 30 ഡേയ്സ്. കാരണം 30 ഡേയ്സിനകത്ത് തീർക്കാനുള്ള പ്രോബിലിറ്റി ആണ്, 30 ഡേയ്സ് എന്നുള്ളതല്ല, 30 ഡേയ്സിനകത്ത് തീർക്കാനുള്ള പ്രോബിലിറ്റി എന്നാണ്. സോ ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ 1.252 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ഈസിക്കൽ ടു 1.252. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ട ഈ ഡീറ്റെയിൽസ് അല്ലേ, അതായത് ഇതാണ് 30 ഡേയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ, ഇതിനകത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ. സോ ഇനി ഇത് കണക്ക് വേണമെങ്കിൽ ഇസഡ് ഈസിക്കൽ ടു 25 ഡേയ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് വരും, ഇസഡ് ഈസിക്കൽ ടു എക്സ് ഈസിക്കൽ 25 ആണെങ്കിൽ 25 മൈനസ് 28.17 ഡിവൈഡ് ബൈ 1.462. സോ യു വിൽ ബി ഗെറ്റിംഗ് എ നെഗറ്റീവ് വാല്യൂ. ഗോ ടു ദ ടേബിൾ, അവിടെ ഇസഡ് നെഗറ്റീവ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂസ് ടേക്കപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഫോർ എക്സാമ്പിൾ 25 ഡേയ്സിനും 32 ഡേയ്സിനും, അതായത് ഇങ്ങനെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ ഒന്ന് നോക്കാം. എന്തോ ചെയ്യണ്ടേ, ഫസ്റ്റ് ഓഫ് ഓൾ 25 ഡേയ്സിൻ്റെ കറസ്പോണ്ടിങ് ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഇവിടെ ഇപ്പോൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഇസഡ് അറ്റ് 25, ഇസഡ് അറ്റ് 32, ഈ രണ്ട് വാല്യൂസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എങ്ങനെയാണ്, സോ ഫോർ എക്സാമ്പിൾ ഇസഡ് ഇസിക്കൽ 25ൻ്റെ വാല്യൂ കൂടെ ഞാൻ പറയുവാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ വാല്യൂ ഇസഡ് ഇസിക്കൽ മൈനസ് 2.168 ആണ്. സോ ഇസഡ് ഇസിക്കൽ മൈനസ് ആയതുകൊണ്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സോ മൈനസ് 2.168. അപ്പോൾ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ പോർഷൻ ആയിരിക്കും നമുക്ക് ടേബിളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഇസഡ് ഇസിക്കൽ ടു 30 എന്ന് വയ്ക്കാം. 30 നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ് പ്രോബിലിറ്റി, 0.89435 ആണ്. അതിൻ്റെ ഇസഡ് വാല്യൂ എത്രയായിരുന്നു, 1.252. സോ അത് ഇവിടെ വരും 1.252. സോ ഈ 1.252ൻ്റെ പ്രോബബിലിറ്റി 0.89435 എന്ന് പറയുന്നത് എന്താണ്, ഈ എൻറ്റയർ പോർഷനാണ് അല്ലേ.
എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ഈ ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്ന മൊത്തം കൂടെ ചേർന്നിട്ടാണ് എന്ത് ഈ ഇസഡിൻ്റെ വാല്യൂ 1.252 ആകുമ്പോൾ പ്രോബിലിറ്റി 0.89435 നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? 25-നും 32-നും ഇടയ്ക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഏതാ? നമുക്ക് ശരിക്കും വേണ്ടത് ഈ പോർഷൻ മാത്രം മതി അല്ലേ? സോ അതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രോബിലിറ്റി മൈനസ് ഇതിൻ്റെ പ്രോബിലിറ്റി ചെയ്താൽ നമുക്ക് വിൽ ബി ഗെറ്റിംഗ് ദിസ് വാല്യൂ. സോ പ്രോബിലിറ്റി ഓഫ് 25 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 32 എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് അറ്റ് ഇസഡ് 32 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇസഡ് അറ്റ് 25. ഇതായിരിക്കില്ലേ പ്രോബിലിറ്റി? സോ ഏത് പ്രോബിലിറ്റി നമുക്ക് ക്രിട്ടിക്കൽ പാത്തും ടി സി വാല്യൂവും സിഗ്മ സി വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ടേബിൾ യൂസ് ചെയ്യാം, ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാം. പിന്നെ ഈ ടേബിളിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഗ്രേറ്റർ ദാൻ 32 ഡേയ്സ്. അപ്പോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഈ പോർഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇസഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ 30 ആണെന്ന് വയ്ക്കുക. സോ ഇസഡിൻ്റെ വാല്യൂ 1.252 എന്ന് കിട്ടി. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 30 എന്ന് പറഞ്ഞാൽ ഇസഡ് ഗ്രേറ്റർ ദാൻ 1.252 ആകുമ്പോൾ ഉള്ള പ്രോബിലിറ്റിയാണ്. ഈ ഏരിയയുടെ പ്രോബിലിറ്റി നമുക്ക് വേണ്ടേ. ടോട്ടൽ നമുക്കറിയാം 1 ആണ്. ഇവിടം വരെ ഉള്ളത്, ഈ പോർഷൻ വരെ ഉള്ളത് ടേബിളിൽ നിന്ന് കിട്ടും. സോ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 30 വിൽ ഗിവ് യു ദ ആൻസർ. സോ അതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എക്സും ടി സി എല്ലാം കണ്ടുപിടിച്ചാൽ എക്സ് എന്ന് പറയുന്നതാണ് എന്ത് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്ന് പ്രോബിലിറ്റി തന്നിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഡേയ്സ് പറഞ്ഞിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഡേയ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ദ ഇസഡ്, ദെൻ ഗോ ടു ദ ടേബിൾ ആൻഡ് ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി വാല്യൂ. അതിൽ ചില കേസുകളിലാണ് ഈ കൺഫ്യൂഷൻസ് വരുന്നത്. ലൈക്ക് ഇൻ ബിറ്റ്വീൻ വാല്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വരുമ്പോഴൊക്കെയാണ് കൺഫ്യൂഷൻ. അല്ല, വിത്തിൻ ലെസ് ദാൻ ആണെങ്കിൽ ഡയറക്റ്റ് വാല്യൂ എഴുതിയാൽ മതി. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ കുറയ്ക്കാനൊന്നും മറന്നു പോകരുത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ എ ലൈവ് സെഷൻ. ഓക്കെ, താങ്ക് യു.